1988-91 കാലഘട്ടം ചിറ്റൂർ കോളേജിലെ അധ്യാപനം. അതിനിടയിൽ ഫാദറിന്റെ മരണം. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിസ്സഹായയായ അമ്മയും 3 അനിയത്തിമാരും എനിക്കൊപ്പം എന്റെ ചുമതലയായി. അങ്ങനെ എന്റെ കുടുംബവും, അന്ന് ഞാൻ വിവാഹിതയാണ്, ഒരു മകനുണ്ട്, എന്റെ കുടുംബവും അതുപോലെ തന്നെ ഞാൻ വളർന്നു വന്ന എൻ്റെ സ്വന്തം കുടുംബം, അങ്ങനെ 2 കുടുംബങ്ങളും എനിക്ക് ഒരുപോലെ സംരക്ഷണം ആവശ്യമായി. അനിയത്തിമാരെയൊക്കെ പഠിക്കാൻ സഹായിക്കണം, പഠിപ്പിക്കണം. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വമേധയാ ഞാൻ ഏറ്റെടുത്തു. വീട്ടുകാര്യങ്ങൾ നോക്കണം, കൃഷികാര്യങ്ങൾ നോക്കണം. ഞാൻ ഈ ചിറ്റൂർ കോളേജ് വർക്കല യാത്രയിലാണെങ്കിലും കാര്യങ്ങളൊക്കെ ഞെങ്ങിയും ഞെരുങ്ങിയും പരാധീനതകളും പ്രാരാബ്ദങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഒരു സിസ്റ്റർ അധികം പഠിക്കത്തില്ല, ഇച്ചിരി ഉഴപ്പിയാണ്. ബാക്കി 2 പേരും നന്നായി വർക്ക് ചെയ്തു, നന്നായി പഠിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. നന്നായിട്ട് അവർക്കും എല്ലാവർക്കും 3 പേർക്കും PSCയിൽ ജോലി കിട്ടി. പിൽക്കാലങ്ങൾ വർഷങ്ങൾക്കിപ്പുറം 3 പേർക്കും, ഞങ്ങൾ 4 പേർക്കും PSCയിൽ ജോലിയായി. ഒരാൾ പ്രൈവറ്റിൽ കിട്ടി, PSC ജോലി കഴിഞ്ഞിട്ട് പിന്നീട് പ്രൈവറ്റിൽ കിട്ടി. 3 പേര് PSC ഉദ്യോഗസ്ഥരായിട്ട് തന്നെ ചെറുതും വലുതുമായ ജോലികളിൽ അങ്ങനെ കുടുംബം രക്ഷപ്പെട്ടു. അതിന്റെ പിന്നിൽ ഒരുപാട് ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്, സിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുമുണ്ട്, അമ്മയുടെ ഭാഗത്തുനിന്നുമുണ്ട്. അങ്ങനെ 88-91 ചിറ്റൂർ കോളേജ് കാലഘട്ടം. 91 എനിക്ക് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി. ജൂലൈ 3 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പൊ പ്രശസ്തമായ അന്നത്തെയും ഇന്നത്തെയും പ്രശസ്തമായ കോളേജ്, സമർത്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ്. ഞാൻ ജോയിൻ ചെയ്ത് എങ്ങനെ പഠിപ്പിക്കണം, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അറിയില്ല, യാതൊരു ടച്ചും ഇല്ല. ഇന്ന് ജോയിൻ ചെയ്താൽ ഇന്ന് മുതൽ ക്ലാസ്സിൽ പോകണം. ആകെ വേവലാതിയായി, പരിഭ്രാന്തിയായി, ടെൻഷനായി, അങ്ങനെ പനിയായി, ഒരാഴ്ച ലീവായി. ആ സമയം കൊണ്ട് ടോപ്പിക്കൊക്കെ പഠിച്ചെടുത്ത് സിലബസ് എല്ലാം തറവായി, മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡായി ക്ലാസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ വെൽ പ്രിപ്പയർഡായിട്ട് മാത്രമേ ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ 1-ാം നമ്പർ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ്. സമർത്ഥരായ വിദ്യാർത്ഥികൾ, സംശയം എവിടെ നിന്ന് എപ്പോഴും ചോദിക്കാം, എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് നാം അധ്യാപകർ റെഡിയായിരിക്കണം. അതിനൊരു വിട്ടുവീഴ്ച എനിക്കങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. എനിക്ക് സംശയം ചോദിച്ചാലോ അല്ലെങ്കിൽ ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ആ എൻ്റെ മുൻപിലുള്ള പാത്രം അറിഞ്ഞ് എനിക്ക് വിളമ്പണമായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് മെറ്റീരിയൽസ് തയ്യാറാക്കണമായിരുന്നു. അപ്പൊ അതിൻ്റെതായ ടെൻഷനും ഉണ്ടായിരുന്നു. പലരും പറയും ടീച്ചിങ് അല്ലേ, അതിലൊരു ടെൻഷനും ഇല്ല, കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചത് തന്നെ ഈ കൊല്ലവും പഠിപ്പിക്കുന്നു, അടുത്ത കൊല്ലവും അത് തന്നെ പഠിപ്പിക്കുന്നു, പിന്നെ ടീച്ചേഴ്സിന് എന്ത് ടെൻഷൻ. അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെയല്ല. കഴിഞ്ഞ കൊല്ലം നമ്മുടെ മുൻപിലുള്ള വിദ്യാർത്ഥിയല്ല ഈ കൊല്ലം നമ്മുടെ മുൻപിലുള്ളത്. അവൻ ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ഒരു പുതിയ വിദ്യാർത്ഥിയാണ്. അവനിതെല്ലാം പകർന്നു നൽകാൻ, അവൻ്റെതായ രീതിക്ക് അത് പാകപ്പെടുത്തി അവനത് പകർന്നു കൊടുക്കാൻ നമുക്ക് ഒരു പ്രത്യേക സ്കില്ലും കഴിവും അറിവും ധൈര്യവും ഒരു മനസ്സിനെയും ഒക്കെ നമുക്ക് ഉണ്ടാകണം. എങ്കിലേ പുതിയ കുട്ടിക്ക് പുതിയ ടോപ്പിക്ക് നമുക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ വർഷം ഇരിക്കുന്ന അതേ കുട്ടി തന്നെയാണ് ഈ വർഷം ഇരിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ റെപ്പറ്റീഷൻ അല്ലേ, പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വിശേഷിച്ച് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് അവർക്ക് നമ്മൾ ഐഡിയാസ് പകർന്നു കൊടുത്താൽ മതി. അങ്ങനെ എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികളെ തന്നെ പഠിപ്പിക്കാൻ പറ്റി. അവരുടെ അറിവും വിവേകവും കഴിവും അഭിരുചികളും എനിക്കും വളരാനും പരിപോഷിക്കാനും ഉത്സാഹത്തിനും തുടർന്നുള്ള പഠിത്തത്തിനും എല്ലാം മാതൃകയും പ്രചോദനവുമായിരുന്നു എൻ്റെ വിദ്യാർത്ഥികൾ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. ഡിഗ്രി അല്ലെങ്കിൽ PG വിഷയം പോലെയല്ല, PG മാത്സ് പോലെയല്ല, എഞ്ചിനീയറിംഗ് മാത്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ സിലബസിനനുസരിച്ച് അവരുടെ ആപ്ലിക്കേഷൻ
ലെവൽ അനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച്, ആ സിലബസ് അനുസരിച്ച് നമുക്ക് പാഠഭാഗങ്ങൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതുവരെ ഡിഗ്രി ക്ലാസ്സിലോ PG ക്ലാസ്സിലോ പഠിപ്പിച്ചതുപോലെ അല്ല എഞ്ചിനീയറിംഗ് മാത്സ് എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ചിറ്റൂർ കോളേജിൽ നിന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രയാണത്തിൽ മോഡ് ഓഫ് ടീച്ചിങ്ങും സിലബസും കംപ്ലീറ്റ് ചേഞ്ച്. സമർത്ഥരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഞാൻ 1991 മുതൽ 2017 വരെ, അതായത് നീണ്ട 26 വർഷക്കാലം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്തു. മഹത്തായ അനുഭവങ്ങളും മഹത്തായ കോളേജും സമർത്ഥരായ വിദ്യാർത്ഥികളും പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളും അടങ്ങുന്ന ധന്യമായ സ്ഥാപനം, അതിലെ ധന്യമായ അധ്യാപന ജീവിതം.